നമസ്കാരം. നമ്മുടെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പുതിയ അപ്ഡേഷൻസ് ആയിട്ടൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. രാഹുൽ മാക്കൂട്ടത്തിന് മുമ്പോട്ടുള്ള ഒരു നീക്കം വളരെ ശ്ലാഘനീയം എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. കാരണം ആ രീതിയിലേക്കുള്ളതാണ് പൊതുവായിട്ട് അദ്ദേഹത്തിൽ നിന്നുമൊക്കെ ഉള്ള വിവരങ്ങൾ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിയെ കുറേ മാസങ്ങളായിട്ട് നിരന്തരം ഈ SSP എന്ന വിഭാഗം, നമ്മൾ പറഞ്ഞിരുന്ന പോലെ SSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശനിസ്റ്റുകൾ, സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും, അവരെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ സർവ്വസന്നാഹങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കി ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലുള്ള ഒരു പ്രവർത്തനം ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പല സംഭവവികാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ദൈനംദിനം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെതിരെ കുറേയധികം കേസുകളും അറസ്റ്റുകളും ജാമ്യങ്ങളും, ഏതായാലും ഇന്നലെ അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും അദ്ദേഹം ഇനിയിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനായിട്ടാണ് സാധ്യത എന്ന് കാണുന്നു. കാരണം ഹൈക്കോടതിയിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ 226 വകുപ്പ് പ്രകാരം ഒരു പൗരനെതിരെ നിരന്തരമായിട്ട് ഒരു ഭരണകൂടമാണെങ്കിലും അതുപോലെ തന്നെ മറ്റൊരു കോക്കസ് ആണെങ്കിലും, നമുക്കറിയാം ഈ SSP എന്ന് പറയുന്നത് ഒരു വലിയൊരു കോക്കസാണ്. ആ കോക്കസ് ഈ വ്യക്തിയെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇനിയും വേട്ടയാടും എന്നുള്ള സൂചനയും നൽകിയിരിക്കുന്നത് കൊണ്ട് ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അല്ലെങ്കിൽ ആ കോടതിയെ സമീപിക്കുന്ന ആ വ്യക്തിക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകുന്ന ഒരു അപേക്ഷയാണ്. അതിനകത്ത് ഹൈക്കോടതികൾക്ക് അത്തരം കാര്യത്തിനകത്തൊരു വ്യക്തമായൊരു തീരുമാനമെടുക്കാം. കാരണം നേരത്തെ അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈക്കോടതി അത് ഫയലിൽ സ്വീകരിക്കണം എന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് 100% ഹൈക്കോടതി അത് ഫയലിൽ സ്വീകരിക്കുക മാത്രമല്ല, അതിനെതിരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനും എടുക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് തുടക്കം പോലൊന്ന് പരിശോധിക്കാം. അതായത് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ തന്നെ 3 പീഡന പരാതികളാണ് ജനുവലായിട്ട് വന്നിരിക്കുന്നത്. ജനുവൽ എന്ന് പറയാൻ പറ്റില്ല, രേഖാമൂലം ഉള്ള പരാതികൾ. അതിനിടയ്ക്ക് മറ്റൊരു പരാതി കൂടിയുണ്ട്. അതായത് 1ാം പീഡന പരാതിക്കാരിയുടെ ഭർത്താവ് ഒരു പരാതി കൂടി കൊടുത്തതായിട്ട് നമ്മളിവിടെ വാർത്തകളിൽ കേട്ടു. പക്ഷേ അതിന് വലിയൊരു പ്രസക്തി ഉണ്ടെന്ന് തോന്നിയിരുന്നില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി പിന്നീടുള്ള ഒരു അപ്ഡേഷൻസ് ഒന്നും ആരും എവിടെയും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 1ാം പീഡന പരാതിയും 2ാം പീഡന പരാതിയും 3ാം പീഡന പരാതിയുടെ ഞങ്ങളുടെ ഏകദേശം ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ 3 പീഡന പരാതികളിലും രാഹുൽ മാക്കൂട്ടത്തിന് ജാമ്യമോ അല്ലെങ്കിൽ നോ ടു അറസ്റ്റോ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ 3 പീഡന പരാതികളും ഇപ്പോൾ നിലവിൽ കോടതിയുടെ മുമ്പിൽ, അതായത് ഉന്നത നീതിപീഠം സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം, സുപ്രീം കോടതിയുടെ പുതിയ വിധികളുടെ അടിസ്ഥാനത്തിൽ ആ പീഡന പരാതികളിൽ പറഞ്ഞിരിക്കുന്ന ബലാത്സംഗം, അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, ബലാത്സംഗം നിലനിൽക്കുന്നില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കോടതികൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്ലാഘനീയമായൊരു കാര്യം. ഇതിനകത്ത് ഇപ്പോൾ 3ാം പീഡന പരാതിയിൽ ഇന്നലെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഒന്ന് ആഡ് ചെയ്ത് പറയാം. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ 1ാം പീഡന പരാതിയുടെ നിലവിൽ ലഭിച്ചിരുന്ന ജാമ്യം റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ തന്നെ, അതായത് ഗവൺമെൻറ് ഭാഗം തന്നെ ആ ജാമ്യം റദ്ദ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്ന അപ്പീലും ഇന്നലെ തന്നെ ഹൈക്കോടതി അത് വാദം കേൾക്കുകയും അതിനെപ്പറ്റി ചില നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കാം. ഇതിനകത്തിപ്പം ഇപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്, ഇന്നലെ രാഹുൽ മാക്കൂട്ടത്തിന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ച 3ാമത്തെ പീഡന പരാതിയുടെ ജാമ്യ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്, അതായത് ഇതൊരു ബലാത്സംഗമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിനെ കോടതി കണ്ടെത്തിയിരിക്കുന്ന കാരണങ്ങൾ, ഒന്ന്, ഈ പീഡന പരാതിക്കാരി തന്നെ, നമുക്കറിയാം അതൊരു മെയിൽ പരാതിയാണ്, പരാതിക്കാരി തന്നെ ഉണ്ടോ എന്നുള്ള സംശയങ്ങൾ പിന്നീട് അതിൻ്റെ നാൾ വഴികളിൽ വരുന്നുണ്ട്.
എന്തായാലും കോടതിയിൽ മുമ്പിൽ വന്നിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് കോടതി പരാമർശിച്ചിരിക്കുന്നതാണ് ഈ പീഡന പരാതിക്കാരി തന്നെയാണ് പത്തനംതിട്ട ഹോട്ടലിൽ വന്ന് റൂം എടുക്കുന്നത്. അല്ലാതെ പ്രതിയല്ല റൂം എടുത്തിരിക്കുന്നത്, പരാതിക്കാരി തന്നെ റൂം എടുത്തിരിക്കുന്നു. പരാതിക്കാരി തന്നെ ഈ പ്രതി എന്ന് പറയപ്പെടുന്ന രാഹുൽ മാക്കൂട്ടത്തിനെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുന്നു. അവിടെ വെച്ച് അവർ സന്ധി സംഭാഷണങ്ങൾ നടത്തുന്നു. ആ ഒരു സന്ദർഭത്തിൽ ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ യുവതി അല്ലെങ്കിൽ പരാതിക്കാരി പരാതിയിൽ പറയുന്നത്. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ ഈ സംഭവം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഈ സംഭവത്തിന് ശേഷം പോലും കൂടെ ഈ യുവതി ഈ പ്രതിയുമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തിയിരിക്കുന്നതായിട്ടുള്ള എവിഡൻസുകൾ കോടതിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ അതും കൂടി പരിശോധിച്ചിട്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതൊരു ബലാത്സംഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഓക്കെ, അത് ഒന്നാമത്തെ നിരീക്ഷണം. ഇനി രണ്ടാമത്തെ നിരീക്ഷണം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ്. അതും കോടതി മൊത്തത്തിൽ തന്നെ തള്ളിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് ട്രയലല്ല എന്ന് നമുക്കറിയാം, ജാമ്യാപേക്ഷയിലുള്ള വാദത്തിൻ്റെ ഒരു വിധിയാണ്. അതിനകത്ത് കോടതി പറഞ്ഞിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നിലനിൽക്കില്ലല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഈ സ്ത്രീ വിവാഹിതയാണ്, ആ വിവാഹം ബന്ധം വേർപെടുത്തിയിട്ടില്ല. മറ്റൊരു കാര്യം, ആ വിവാഹ ബന്ധത്തിനകത്ത് എന്തെങ്കിലും വിള്ളലുകൾ ഉള്ളതായിട്ട് രേഖാമൂലം എവിടെയും ഇല്ല. കാരണം വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ലെങ്കിൽ പോലും കൂടെ വിവാഹബന്ധം വേർപെടുത്താനായിട്ടുള്ള ഡൈവേഴ്സ് കേസ് പോലും ഫയൽ ചെയ്തതായിട്ട് രേഖയിലില്ല. മറ്റൊന്ന്, ഈ യുവതിയുടെ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ ഭർത്താവിനെതിരെ ഒരു കേസെങ്കിലും സാധാരണ ഒരു പോലീസിലെങ്കിലും ഒരു ഗാർഹിക പീഡനത്തിൻ്റെ പേരിലോ മറ്റേതെങ്കിലും രീതിയിൽ ഒരു പരാതി പോലും രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള രേഖയില്ല. അപ്പോൾ പിന്നെ അവിടെ വിവാഹ വാഗ്ദാനം ലംഘിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വിവാഹിതയായ സ്ത്രീയോട് അവിവാഹിതനായ ഒരു യുവാവ് എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം ലംഘിച്ച് അവിടെ പീഡനം നടത്തുന്നത്? കാരണം ഓൾറെഡി ആ സ്ത്രീ വിവാഹിതയാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു വിവാഹ വാഗ്ദാനം, ഒരു വിവാഹം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ വന്ന ആ യുവതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റക്കാരി എന്നുള്ള ഒരു രീതിയിലേക്കാണ് കോടതിയുടെ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത്. കോടതി അത് പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും കൂടെ കോടതിയുടെ നിരീക്ഷണം ആ ഒരു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ വിവാഹ വാഗ്ദാനം എന്നുള്ളത് അവിടെ നിലനിൽക്കുന്നില്ല. മറ്റൊരു കാര്യം കോടതി സൂചിപ്പിച്ചിരിക്കുന്നത് ഈ പരാതി ഈ 2 വർഷക്കാലം താമസിപ്പിച്ചതിൻ്റെ പിന്നിൽ ഉള്ള കാരണം എന്താണ് എന്നുള്ളത് പരാതിക്കാരി വെളിപ്പെടുത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇപ്പോൾ 2-3 വർഷം താമസിക്കുന്നതുകൊണ്ട് പീഡന പരാതി കൊടുക്കുന്നതിന് നിയമ തടസ്സങ്ങളില്ല. പക്ഷേ അങ്ങനെ താമസിക്കണമെങ്കിൽ നമുക്കറിയാവും, ഇത്തരം പ്രത്യേകിച്ചൊരു ബലാത്സംഗം പോലുള്ള ഒരു കാര്യങ്ങൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അത് ഉന്നത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എവിടെയാണോ പരാതിപ്പെടേണ്ടത് ആ പരാതിപ്പെടേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ പരാതിപ്പെടുകയാണ് സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യം. ഇനി ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അതിന് സാധിച്ചില്ല എങ്കിൽ കൃത്യമായിട്ടും സ്വാഭാവികമായിട്ടുള്ള കാലതാമസങ്ങൾ വരും. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്, അത് കോടതികൾക്കും വ്യക്തമായിട്ടും ബോധ്യമാകുന്ന കാര്യമാണ്. പക്ഷേ ഈ 2 വർഷക്കാലത്തിനോടിടയ്ക്ക് ഈ സ്ത്രീ എവിടെയും ഒരു വീട്ടുതടങ്കലിലോ അതല്ലെങ്കിൽ ക്രൂരമായ എവിടെയെങ്കിലും അവരെ ബന്ധിച്ചിട്ടിരിക്കുകയോ ആയിരുന്നില്ല. ആ സ്ത്രീ ഈ 2 വർഷക്കാലവും വളരെ സ്വതന്ത്രയായിട്ട് അവർ വിദേശത്ത് കാനഡയിൽ വർക്ക് ചെയ്യുന്നു. അവർ അത്യാവശ്യം നല്ല കാര്യപ്രാപ്തിയുള്ള സ്ത്രീയാണ്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസമുണ്ട്, സാമ്പത്തിക ചുറ്റുപാടുണ്ട്. എല്ലാ രീതിയിലും നല്ല ക്വാളിറ്റിയിൽ സാമൂഹിക സാംസ്കാരികപരമായിട്ട് നല്ല ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നിട്ടും ഈ 2 വർഷക്കാലമായിട്ട് ഈ പരാതി താമസിപ്പിച്ചതിൻ്റെ കാരണം വ്യക്തമാകാത്ത സ്ഥിതിക്ക് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പ്രതിഭാഗം, അതായത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഭാഗം പരാമർശിക്കുന്ന അത് കണക്കിലെടുക്കുന്നു എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഓൾറെഡി 1-2 കേസുകൾ നിലവിലുണ്ടായിരുന്നല്ലോ, 1-2 പീഡന പരാതികളുണ്ടായിരുന്നു. ആ 1-2 പീഡന പരാതികളിൽ രാഹുൽ മാക്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് കോടതികൾ, അല്ലെ നോട്ട് ടു അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ കോടതികൾ പറഞ്ഞിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാക്കൂട്ടം എന്നാണ്. അതായത് നമുക്കറിയാം, ഏത് കോടതികൾ ജാമ്യം അനുവദിക്കുന്ന സമയത്ത് കുറേ കണ്ടീഷൻസ് പറയും. ആ കണ്ടീഷനെ ഏതെങ്കിലും വയലേറ്റ് ചെയ്തതായിട്ട് ഇതുവരെയും പ്രോസിക്യൂഷന് പോലും കോടതിയിൽ പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ജാമ്യം കൊടുക്കുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളും വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രോസിക്യൂഷൻ വാദിച്ചത്
പ്രതിയെ പുറത്തു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരാതിക്കാരിനെ ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ അപായപ്പെടുത്തും, മറ്റ് രീതിയിൽ ചൂഷണം ചെയ്യും എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അപ്പോഴും കോടതി ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ പരാതിക്കാരി ഇപ്പോൾ കേരളത്തിലില്ല, മറ്റൊന്ന് ഇന്ത്യയിലില്ല, വിദേശത്ത് കിടക്കുന്ന ഒരു പരാതിക്കാരിനെ ഈ രീതിയിൽ ചെയ്യും എന്ന് പറയാനായിട്ടുള്ള യാതൊരുവിധ തെളിവും നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഈ ഓൾറെഡി 2 കേസിൽ ജാമ്യം കിട്ടി പുറത്തു നിൽക്കുന്ന ഒരു പ്രതി ആ 1-2 പ്രതികളെ ആ രീതിയിൽ ഏതെങ്കിലും മിസ്യൂസ് ചെയ്തതായിട്ടോ അല്ല അവരെ ഭീഷണിപ്പെടുത്തിയതായിട്ടോ അവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായിട്ടോ യാതൊരു വിധ തെളിവുകളും നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിലനിൽക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കോടതി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ അറസ്റ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ജാമ്യം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ആവശ്യമില്ലെങ്കിൽ പോലും കൂടെ കോടതി അതും വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. അതായത് ഈ രാഹുൽ മാക്കൂട്ടം എന്നൊരു വ്യക്തി നമുക്കറിയാം, ഒരു ജനപ്രതിനിധി കൂടിയാണ്, MLA കൂടിയാണ്, ഒരു ഇന്ത്യൻ പൗരനാണ്. അതുപോലെ തന്നെ ഇവിടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു നേതാവാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായ എല്ലാവിധ നിയമ ആനുകൂല്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇല്ലീഗലായിട്ടാണ് ഈ അറസ്റ്റ് നടപടികൾ കംപ്ലീറ്റ് മുന്നോട്ട് പോയിരിക്കുന്നത്. അതിൻ്റെ 1 തൊട്ട് അവസാനം വരെയുള്ള അറസ്റ്റിൻ്റെ മൊത്തം മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇന്നലെ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ 3ാം പീഡന പരാതിയിൽ ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന ജാമ്യ വിധിയിൽ വളരെ കൃത്യമായിട്ട് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി വളരെ ശ്ലാഘനീയമായ രീതിയിലുള്ളൊരു വിധി പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവൻ എന്ന ഒരു തമിഴിലൊരു ചൊല്ലുണ്ട്. എന്നതുപോലെ തന്നെ വളരെ അല്പം താമസിച്ചാണ് രാഹുൽ മാക്കൂട്ടത്തിന് ജാമ്യം കിട്ടിയിരിക്കുന്നതെങ്കിൽ പോലും കൂടെ വളരെ കൃത്യമായ ചില നിഗമനങ്ങളിലൂടെ, കുറേ നിരൂപണങ്ങളിലൂടെയാണ് കോടതി ആ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നതും ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടത്തിന് ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ അത് വളരെ ഗുണകരമാണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡോക്യുമെൻറ്റഡ് ആണ്, എവിഡൻസുകളാണ്. ഇനി ഹൈക്കോടതിയിലോ അല്ല സുപ്രീം കോടതിയിലോ ചെല്ലുമ്പോൾ പോലും ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തൊരു കാര്യം പറയാനുള്ളത്, രാഹുൽ മാക്കൂട്ടത്തിന് ഇന്നലെ തന്നെ ഈ 1ാം പീഡന പരാതിയിൽ നൽകിയിരുന്ന ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ കൊടുത്തിരുന്ന അപ്പീലിന്മേലുള്ള വാദം ഇന്നലെ നടന്നിരുന്നു. ആ വാദത്തിനകത്ത് കോടതി വാദം ഇന്നലെ ഫുള്ളായിട്ട് കേട്ടു. വാദം കേട്ടതിന് ശേഷം കോടതി അത് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു. എന്താണെങ്കിലും ശരി, അതിനകത്ത് രാഹുൽ മാക്കൂട്ടത്തിന് അനുകൂലമായ രീതിയിലാണ് കോടതിയുടെ പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. വിധി വന്നിട്ടില്ലെങ്കിൽ പോലും കൂടെ കോടതി പരാമർശിച്ചിരിക്കുന്നത് ഇതിനകത്ത് ബലാത്സംഗം എന്നുള്ളത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബലാത്സംഗം ചെയ്തു, അവരെ ഗർഭിണിയാക്കി, ഭ്രൂണഹത്യയ്ക്ക് വിധേയമാക്കി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പോലും ഈ പ്രതി ആയ വ്യക്തിയുമായി ഈ പരാതിക്കാരി അതിനുശേഷം വളരെ സൗഹാർദ്ദപരമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് പ്രോസിക്യൂഷൻ്റെ വാദത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് പ്രതിക്ക് വേണ്ടി വാദിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് വളരെ കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരുന്ന ഡോക്യുമെൻസിൻ്റെ എവിഡൻസിൻ്റെ ബലത്തിൽ ഹൈക്കോടതി അത് നിരീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ജാമ്യം ക്യാൻസൽ ചെയ്യണം എന്ന് പറയുന്ന പ്രോസിക്യൂഷൻ്റെ വാദം നിലനിൽക്കാൻ ഒരു രീതിയിൽ സാധ്യതയില്ല എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ പരാമർശം കൂടിയാകുമ്പോൾ അതിന് ഗൗരവം കൂടുതലുമാണ്. നമുക്കറിയാം, ഹൈക്കോടതി അതിനകത്ത് ബലാത്സംഗം കാണുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്, ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ പീഡന പരാതികളും വെറും വെള്ളത്തിൽ വരച്ച വരകൾ പോലെയാണ് എന്ന് വ്യക്തമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ മറ്റൊരു വശം കൂടെ കാണേണ്ടതുണ്ട്. അതായത് ഈ 1ാം പീഡന പരാതിയും 2ാം പീഡന പരാതിയും ഇതുപോലെ തന്നെ അവർ നേരിട്ട് കൊടുത്തതല്ലെങ്കിൽ പോലും കൂടെ ആ വ്യക്തികൾ മൊഴിയെങ്കിലും കൊടുത്തതായിട്ട് രേഖകളിൽ പറയുന്നുണ്ട്. എന്നാൽ ഇന്നലെ ജാമ്യം കിട്ടിയ 3ാം പീഡന പരാതി എന്ന് പറയുന്നത് അത് ജനുവലാണോ എന്ന് പോലും ഈ നിമിഷം വരെയും ഇവിടുത്തെ പോലീസിന് അത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം മുഖ്യമന്ത്രിക്ക് മെയിലിൽ ഒരു പരാതി കിട്ടുന്നു,
ഒരു ഓഡിയോ ക്ലിപ്പിംഗ് കിട്ടുന്നു. അതിൻ്റെ പേരിൽ ഓടി നടന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഈ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നു. അതിൻ്റെ നാൾ വഴികളെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കോടതി കഴിഞ്ഞ ദിവസം കൂടെ അത് പരാമർശിച്ചിട്ടുണ്ട്. അതായത് പരാതിക്കാർ 3 ദിവസത്തിനുള്ളിൽ ഇവിടെ വന്ന് പരാതി സൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് SHOയുടെ മുമ്പിൽ. അത് ചെയ്തിട്ടില്ല. പരാതിക്കാർ ഇവിടെ തിരികെ എത്തിയിട്ടില്ല. 3 ദിവസത്തിനുള്ളിൽ എന്നുള്ളത് ഇപ്പം ഏകദേശം 1 മാസത്തോളം ആകാൻ പോകുന്നു. 18 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ഇന്നിപ്പോൾ 19ാമത്തെ ദിവസം ആയി. ഈ നിമിഷം വരെയും പരാതിക്കാരി കേരളത്തിൽ പോലും കാലെടുത്ത് കുത്തിയിട്ടില്ല. SHOയുടെ മുമ്പിൽ വന്ന് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു വനിതാ പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ മൊഴി രേഖപ്പെടുത്തണം. ആ മൊഴി ഒരു വീഡിയോയിൽ ചിത്രീകരിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ പരാതിക്കാരിനെ മെഡിക്കൽ ചെക്കപ്പിന് വിധേയമാക്കേണ്ടതുണ്ട്. കാരണം അവർ ബലാത്സംഗമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, അതിൻ്റേതായ മറ്റു കാര്യകാരണങ്ങളെ പറ്റിയെല്ലാം മെഡിക്കൽ റിപ്പോർട്ട് കൃത്യമായിട്ടും കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു സംഭവം ഇല്ലാതെ ഈ ഒരു വ്യക്തിയെ ഇത്രയും ദിവസം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ഹറാസ് ചെയ്ത് സമൂഹത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ബന്ധുമിത്രാദികളുടെ ഇടയിലും എല്ലാം ആ വ്യക്തിയെ വളരെ ടാർഗറ്റ് ചെയ്ത് നാറ്റിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഭരണകൂട ഭീകരമായൊരു മുഖമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദത്തിന് വളരെ പ്രസക്തിയേകുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞൊരു ഭാഗത്തിലേക്ക് വരുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇന്ത്യൻ ഭരണഘടനയുടെ 226 വകുപ്പ് പ്രകാരം അദ്ദേഹത്തിൻ്റെ ഒരു പൗരന് ലഭിക്കേണ്ട അവകാശം, ഒരു ഭരണകൂട ഭീകരത തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് തേജോവധം ചെയ്ത് ഇല്ലായ്മ ചെയ്യാൻ ഈ ഭൂമിയിൽ നിന്ന് പോലും കൂടെ തനിക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുന്നതിനെതിരെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകാനായിട്ടുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അത് അനുവദിച്ചു കൊടുക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഈ 3 പീഡന പരാതികളും ആ 3 പീഡന പരാതികളിൽ എല്ലാ കോടതികളിലെയും നിരീക്ഷണങ്ങളും അവരുടെ നിലപാടുകളും വളരെ വ്യക്തമായിട്ട് ഹൈക്കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇനിയും മുന്നോട്ട് 1 ഡസനോളം പരാതികൾ വരും എന്ന് ഒരു ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാര സ്ഥാനത്തിരിക്കുന്ന ശിവൻകുട്ടി എന്ന മന്ത്രി പോലും കൂടെ അനൗദ്യോഗികമായിട്ടാണെങ്കിൽ പോലും പറഞ്ഞിരിക്കുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. കാരണം ഇത്തരം പീഡന പരാതികൾ വെച്ച് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഉന്മൂലനം ചെയ്യുന്നത് ഒരിക്കലും ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നില്ല. കാരണം നമുക്കറിയാവുന്നതാണ് ഈ അടുത്തിടെ നടന്ന പല സംഭവങ്ങളും പല യുവാക്കളും നിസ്സാരമായ ഒരു സ്ത്രീ പീഡന പരാതികളുടെ പേരിലോ അല്ലെങ്കിൽ സ്ത്രീ പരാമർശത്തിൻ്റെ ഒക്കെ പേരിൽ തന്നെ വെടിഞ്ഞിരിക്കുന്ന ആത്മഹത്യ വരെ ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യങ്ങളിലേക്ക് ഒരു വ്യക്തിയും വരാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും മറ്റൊരു സാധാരണ യുവാവാണെങ്കിലും അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ് ജനങ്ങൾ, അതായത് മനസാക്ഷിയുള്ള ജനങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നീതി ലഭിക്കാനായിട്ടുള്ള എല്ലാ സകലമാനം മലയാളികളുടെയും, അതായത് നന്മ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികളും ആ ഒരു വ്യക്തിക്ക് എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ആ വ്യക്തിയോടൊപ്പം ഉണ്ട് എന്ന് കൂടി ഒന്ന് അറിയിച്ചുകൊണ്ട് ഏതായാലും ഈ കാര്യങ്ങളൊന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇനിയും പൊതുസമൂഹത്തിലേക്ക് നമുക്ക് അറിയിക്കേണ്ടതുണ്ട്. കാരണം പല യുവാക്കളും നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച കോഴിക്കോടുണ്ടായ ഒരു സംഭവം, ഒരു ബസ് യാത്രക്കിടയിൽ ഒരു യുവതി അവരുടെ റീൽസിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് നാണക്കെടുത്തിയതോടുകൂടി നല്ല ക്വാളിറ്റി നല്ല നിലയിൽ ജീവിച്ചു വന്നിരുന്ന ദീപക് എന്ന യുവാവ് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നൊരു സംഭവം നമുക്കറിയാം. അപ്പോൾ ഇത്തരം വ്യാജ പീഡന പരാതികളോ വ്യാജമായിട്ട് സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ അന്തർനാടകങ്ങൾ, അത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ അതിനെ ഏറ്റവും ജനകീയനായിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവറുകളെ പോലും കൂടെ ഇത്തരം സ്ത്രീ പീഡന കേസുകളിൽ നാറ്റിച്ച് ആ ഒരു വ്യക്തിയുടെ ജീവനും വരെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക്.
അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിലൂടെ ഈ ഇന്ത്യയിലുള്ള ഒരു യുവാക്കളും കടന്നു പോകാൻ പാടില്ല. ജെനുവലായിട്ടുള്ള പീഡനങ്ങൾ ഓക്കെ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് ആവശ്യവുമാണ്, അത് സ്ത്രീകൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതവുമാണ്. പക്ഷെ ഒരു കാരണവശാലും ഇത്തരം വ്യാജ പീഡന പരാതികൾ ഒരിക്കലും നിലനിൽക്കുന്നതല്ല, അംഗീകരിക്കാവുന്നതല്ല. അത് വെച്ച് ആരെയും ഉന്മൂലനം ചെയ്യാൻ പറ്റുകയുമില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.